ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞുന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കണ്ണമാലി സ്വദേശി സെബോ ബ്രദറിനെയാണ്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളെ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സെബോ ബ്രദറിനും കുടുംബത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം. ബ്രദറിന്റെ ബാല്യകാലം ഒന്ന് ഓർത്തു പറയാമോ? ഞങ്ങള് 5 ആണും അപ്പച്ചനും അമ്മച്ചിക്കും 5 ആണും 4 പെൺമക്കളുമായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലെ തന്നെ സഹോദരി ഒരാൾ മരിച്ചുപോയി. ബാക്കി 3 പെണ്ണും 5 ആണും ഉണ്ട്. അപ്പോൾ ഞങ്ങള് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പച്ചൻ കടലിൽ പോയി മീൻ പിടിച്ച് കൊണ്ടുവന്നിട്ട് വേണം നമ്മളെ പഠിപ്പിക്കാനും എല്ലാം തരുവാനും. അപ്പോൾ അപ്പച്ചന് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടിയില്ല ചിലപ്പോൾ. അപ്പോൾ ഞങ്ങളെ പഠിക്കണ സമയത്താണെങ്കിലും ഞങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം ഉച്ചക്ക് ഉപ്പുമാവ് കിട്ടുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് സ്കൂളിൽ പോയിരുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഓടി വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ വീട്ടുകാർക്കും പറഞ്ഞു വിടണമെന്ന്, ഉച്ച കഴിഞ്ഞ് വിടണമെന്നൊക്കെ ഒരു താല്പര്യമൊന്നുമില്ല. കാരണം അവർ പോകുന്നത് ഇതിനാണെന്ന് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. 3-ാം ക്ലാസ് വരെ പോയി. പക്ഷേ അത് പിന്നീട് എനിക്കത് മനസ്സിലാകുന്നത് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ മക്കള് പ്രാരാബ്ദം എല്ലാം ആയി കഴിഞ്ഞപ്പോൾ 14 വയസ്സിൽ തന്നെ കായലിൽ പണിക്ക് പോകാനായിട്ട് അപ്പച്ചൻ കൊണ്ടുപോയി. അങ്ങനെ അപ്പച്ചൻ്റെ കൂടെ പോയി പണിക്ക് പോയി. അങ്ങനെ നടക്കണ ആ സമയത്ത് എനിക്ക് 22 വയസ്സ് പൂർത്തിയായപ്പോൾ എനിക്ക് കല്യാണം അടുത്തുനിന്ന് തന്നെ ഇങ്ങോട്ട് വന്നതാ. എന്നിട്ട് പറഞ്ഞ് നമുക്ക് നല്ലൊരു ചെക്കനാണ്, അപ്പം ഇദ്ദേഹത്തിന് വേണ്ടി ആലോചിക്കാം. നമ്മുടെ അങ്ങനെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളും കൂടിയാണ്. അങ്ങനെ അവർ വന്ന് ചോദിച്ചാണ് ഈ വിവാഹം നടക്കുന്നത്. 89-ലായിരുന്നു, 1989-ലായിരുന്നു വിവാഹം. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ എല്ലാവരും 3 മക്കളും കെട്ടി വന്നിട്ട് ഒരു 3 സെന്റ് സ്ഥലത്തൊരു വീടുള്ളത് ആ വീട്ടിലാണ്. ബ്രദർ നവീകരണത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? അത് ഏത് കാലഘട്ടത്തിലായിരുന്നു? 1993-ലാണ് ദിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാനായിട്ട് ബോട്ടിൽ വെച്ച് ഒരു സഹോദരൻ റോബർട്ട് എന്ന് പറയും, സൗദിയിലുള്ള അദ്ദേഹമാണ് എന്നെ ആദ്യം പ്രേരിപ്പിച്ചത്. സമാധാനവും സന്തോഷവുമായിട്ട് ഒരു ജീവിതം നയിക്കണമെങ്കിൽ പോയി ഒരു ധ്യാനം കൂടി വരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായി. അങ്ങനെ ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു, എങ്കിലും നമുക്കൊന്ന് ധ്യാനം കൂടാൻ. അങ്ങനെ 93-ലാണ് ധ്യാനത്തിൽ പോയി പങ്കെടുക്കുന്നത്. ധ്യാനത്തിൽ പോയി പങ്കെടുക്കുമ്പോൾ എല്ലാവരും ബുക്കും പേനയൊക്കെ എല്ലാവരും എഴുതുമ്പോൾ ഞാൻ എല്ലാവർക്കും ഇട്ടും ഇങ്ങനെ നോക്കി. എല്ലാവരും ബുക്കും പേനയൊക്കെ എഴുതി. ആദ്യ ദിവസം എനിക്കൊന്നും കിട്ടിയില്ല. 2-ാമത്തെ ദിവസം പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ശങ്കില് തറഞ്ഞതുപോലെ പൗലോസ് പറഞ്ഞ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ഉം 17-ഉമാണ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണ്. ആ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്നത് പോലെ ഒരു അനുഭവമായിരുന്നു എനിക്ക്. എൻ്റെ മനസ്സൊക്കെ മാറിപ്പോയി. കാരണം പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. അപ്പൊ കർത്താവിൻ്റെ വചനങ്ങള് അത് ഹൃദയത്തിൽ പതിച്ചതുപോലുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറഞ്ഞു. അപ്പോ എന്നെ വിലക്ക് വാങ്ങിയവനെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യയെ തല്ലി 3 പ്രാവശ്യം കൊണ്ട് വീട്ടിയാക്കും. അങ്ങനത്തെ ഒരു മനുഷ്യൻ.
ഒരു കാര്യവും പറഞ്ഞാൽ ഞാൻ ഒന്നും വകവെക്കില്ല. എൻ്റെ അവിടെ ഭാര്യയുടെ വീട്ടുകാർക്കാണെങ്കിൽ എന്നെ ഭയങ്കര മതിപ്പ, ഞാൻ നല്ല മനുഷ്യനാണെന്നാണ് അവർ പറയും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടിയിട്ടില്ല. ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ പിന്നെ വരുന്നത് വേറെ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ മദ്യപാനം പോയി. ഏറ്റവും മെയിനായിട്ടാണ് പുകവലി. 3 പൊതി വീടി, സിഗരറ്റ്, മദ്യപാനം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വഴക്കിട്ട് അപ്പം തന്നെ പോയി കുടിച്ചിട്ടുമാണ് പിന്നെ വരുള്ളൂ. അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് തമ്പുരാൻ എടുത്ത് നീക്കിയതാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം ആ വചനത്തിലൂടെ തന്നെ ദൈവം എനിക്കത് നല്ലൊരു ബോധ്യം തന്നാണ് ഞാൻ ഈ എൻ്റെ ഭവനത്തിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് 2 മക്കളുണ്ട്. പിന്നെ എനിക്ക് ദൈവം തന്നാണ് ഇളയ ഒരു മോളെ കൂടി തന്ന്. അങ്ങനെ 2 പെണ്ണും 1 ആണും. അപ്പോൾ ഒരു ചെറിയ ഇവിടെ 3 സെന്റ് സ്ഥലം മേടിച്ച് രാജഗിരി കോളേജുകാരി ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വെച്ച് തന്ന വീടാണ്. അങ്ങനെ ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്ന് ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് പോണ വഞ്ചിയിൽ എല്ലായിടത്തും ഭയങ്കര പണിയാണ്. അപ്പൊ ഇതിങ്ങനെ കിട്ടാൻ തുടങ്ങി. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകും. രാവിലെ തന്നെ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് അപ്പൊ തന്നെ ഭക്ഷണമൊന്നും കഴിക്കല, നേരെ പ്രാർത്ഥനക്ക, പിന്നെ വൈകിട്ടാ വരുള്ളൂ. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ വന്ന് പിന്നെ എനിക്കൊരു ആഗ്രഹം വന്നത് വേറെ ഒന്നുമല്ല, എനിക്ക് വചനം പഠിക്കണം, എനിക്ക് വചനം എഴുതണം, എനിക്ക് വചനം പ്രഘോഷിക്കണം. അതെന്റെ മനസ്സിലെ ഒരു ആഗ്രഹമായിരുന്നു. 1 യോഹന്നാൻ 2:27 പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ നിന്നും നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കും എന്ന് ആ വചനത്തില് എഴുതിയിട്ടുണ്ട്. ഇന്ന് പേന എടുത്ത് എൻ്റെ ഭാര്യയാണ് എനിക്ക് ആദ്യമായിട്ട് വചനമൊക്കെ എഴുതി തന്നെ. അപ്പൊ ഭാര്യ അടുക്കള പണിയെടുക്കുമ്പോൾ ഞാൻ ചെന്ന് സഹായിച്ചു കൊടുക്കും. അപ്പൊ ഭാര്യ വന്ന് എനിക്ക് ഈ വചനം എഴുതി തരാന്ന് പറയുമ്പോൾ ഭാര്യ വചനമൊക്കെ എഴുതി തരും. അങ്ങനെ ആ വചനം ഓരോ അക്ഷരം ഞാൻ വായിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. പിന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ കടന്നു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മാറ്റമായി. എൻ്റെ ഭാര്യ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ധ്യാനം കൂടി വന്നതിന് ശേഷം എൻ്റെ കൈ കൊണ്ട് ഞാൻ ഒരു നുള്ളുപോലും ചെയ്തിട്ടില്ല. നവീകരണത്തിലേക്ക് വന്ന ശേഷം ശുശ്രൂഷയിലേക്കുള്ള വളർച്ചയ്ക്ക് സഹായിച്ചത് എന്തൊക്കെയാണ്? ഒന്ന് പറയാനാണെങ്കിൽ ധ്യാനം കൂടി വന്നതിന് ശേഷം പ്രാർത്ഥന ഗ്രൂപ്പ് ഇവിടെ ഇല്ല, സൗദിയിലാണ് കൂട്ടായ്മകൾ. സൗദിയിൽ പോയി കൂട്ടായ്മയിൽ പങ്കെടുക്കും. വെറുതെ പോയിരിക്കും, ഒന്നും അറിയില്ല. അവർ പറയുന്ന വചനങ്ങളൊക്കെ കേൾക്കും. അങ്ങനെ വളരെ സന്തോഷത്തോടെ വീട്ടിൽ വരും. കുടുംബ പ്രാർത്ഥന ഇതെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് സഹോദരങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ അത് ധിക്കരിച്ച് കളയും. അങ്ങനെ എൻ്റെ നേരെ മൂത്തത് എൻ്റെ കൂടെ ഇപ്പോൾ ശുശ്രൂഷയിലുള്ള എൻ്റെ ചേട്ടനെ വിളിക്കാൻ ചെല്ലുമ്പോൾ പറയും, ഭാര്യനോട് ചോദിക്കും, ഞാൻ പൈസയെല്ലാം വീട്ടിൽ കൊടുക്കണില്ലേ, ഇത്തിരി കഴിക്കുമെന്നല്ലാണ്ട് എല്ലാ ദിവസവും കഴിക്കല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം കേൾക്കാതായി കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ. പ്രാർത്ഥിച്ച സമയത്ത് ഇതുപോലെ കടലിൽ മീൻ പിടിക്കാനായിട്ട് കൊഞ്ചിന് വല ഇടാനായിട്ട് ഇറങ്ങുന്ന ഒരു അന്ന് ഈ കാറിന്റെ ട്യൂബ് എയർ അടിച്ചെടുക്കും. എന്നിട്ട് അത് ഈ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ നീന്തി പോവാം. വല ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. ആ വല ഇട്ടിട്ട് വല പിടിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് തല കറങ്ങി അങ്ങനെ തന്നെ താഴെ പോയിട്ട് അടിച്ചെന്ന് മുട്ടിയപ്പോ ചവിട്ടി തള്ളി മേളിലോട്ട് വന്ന് എൻ്റെ കർത്താവ് എന്നും പറഞ്ഞാണ് മേളി വന്ന. ആ സമയത്ത് ഒരു അശരീരി പോലെ ഒരു ഇതാണ് കേൾക്കണത്. കാരണം അത് ചേട്ടൻ തന്നെ അത് ആ അനുഭവങ്ങൾ പറയണം. അതുപോലെ കാരണം അവിടെ നിന്ന് വന്നത് മാത്രമാണ്. വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് എനിക്ക് ധ്യാനത്തിന് പോകണം. അപ്പൊ തന്നെ പൈസ ഇല്ല, കൈ കിടന്ന മോതിരം കൊണ്ട്
പണയം വെച്ചിട്ട് പറഞ്ഞ് റെഡി ആയിക്കോ നമുക്ക് പോകണമെന്ന്. അങ്ങനെ ചേട്ടൻ പോയി. എൻ്റെ നേരെ ഇളയ അനിയനും ഇതുപോലെ ആര് പറഞ്ഞാലും കേൾക്കല. ഇത് എല്ലാ ദിവസവും ചെന്ന് ഞാൻ പറയണ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ ആൻസും വെച്ച് ഈ അതുപോലത്തെ ഒരു ജീവിതമാണ്. പക്ഷെ ഇതല്ല നമ്മുടെ അപ്പച്ചൻ നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ അപ്പച്ചൻ ഒരു പ്രാർത്ഥനക്കാരനായിരുന്നു. അപ്പച്ചൻ്റെ കൂടെ ഇരുന്ന് പാട്ട് പഠിക്കുകയും അപ്പച്ചൻ്റെ കൂടെ നിന്ന മക്കളാണ് ഞങ്ങൾ. പക്ഷെ കിട്ടാതെ വന്നപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ നേരെ ഇളയ സഹോദരൻ ഞായറാഴ്ച പള്ളിയിൽ പോവാതെ കിട്ടിയ പൈസയുമായിട്ട് ഗുത്ത് സിനിമ റീൽസാണായിരുന്നു. അങ്ങനെ പോയതാ. അവിടെ പോയപ്പോൾ ഹിന്ദിക്കാർ ഇയാളുടെ പേഴ്സിലെ പൈസ കണ്ടിട്ട് അവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് എല്ലാം വാങ്ങിച്ചെടുത്ത് വാച്ച് എല്ലാം മേടിച്ചെടുത്ത് അവസാനം അവനെ റോഡേ കൂടി നടത്തിയപ്പോൾ എൻ്റെ അനിയൻ ഓടി രക്ഷപ്പെടുകയാണ്. അന്ന് ഞാൻ ഇവിടെ ടോം ബ്രദർ എന്ന് പറയുന്ന ഒരു ബ്രദറിൻ്റെ ഒരു ശുശ്രൂഷ ഉണ്ട് ഇവിടെ പൂവപ്പാട്. അവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അനിയനെ ഞാൻ ഇങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ ആ ബ്രദറിനോട് ചോദിച്ചു, എൻ്റെ അനിയനെ കാണിച്ചു തന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഉതറി ഓടിയതാണ് എൻ്റെ അനിയൻ. ഓടിയിട്ട് ഒരു മതലി ചാടി അപ്പുറം വീണപ്പോൾ വീട്ടുകാർ കണ്ടിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. ഈ വന്നവരെല്ലാം നോക്കിയിട്ട് ആളെ കാണാനില്ല. പക്ഷേ ഒന്നുമില്ല, ഡ്രസ്സൊന്നുമില്ല. അപ്പോൾ ഒരു കള്ളനാണെന്നും പറഞ്ഞ് അവർക്ക് പിടിച്ചു കൊടുക്കാമായിരുന്നു. അവർ വന്ന് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ഇത് പറഞ്ഞു, ഞാൻ ഇന്ന കണ്ണമാലിന്ന് വരികയാണ്, ഞാൻ സിനിമാക്ക് വന്നാണ്, എന്നെ പിടിച്ച് എൻ്റെ പൈസ എല്ലാം മേടിച്ചെടുത്തു. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് എനിക്ക് തന്നെ, എനിക്കൊരു മുണ്ടും തന്നെ ഒരു ഷർട്ടും തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഷർട്ട് ഒരു മുണ്ടും കൊടുത്തിട്ട് ഓട്ടോറിക്ഷക്കാർ കൊണ്ടുവന്ന് വീട്ടിൽ ആക്കി. പനിയോടുകൂടിയാണ് ആള് വീട്ടിൽ വന്നത്. അന്ന് ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞ് ഇവനെ കാണിച്ചു തന്ന് എന്താണ് സംഭവം എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അത് അവൻ പല സ്ഥലത്തും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ശുശ്രൂഷകര. അപ്പോ ആ മകനും ഇതിലേക്ക് തിരിഞ്ഞു വന്നു. പിന്നെ അതിലൂടെ അന്നും വചനമൊന്നും അറിയില്ലെങ്കിലും ഒരുപാട് ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിക്കണം, ഒരു കൂട്ടായ്മ ഇവിടെ ഇല്ല, എനിക്കൊരു കൂട്ടായ്മ ഇവിടെ തന്നെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു കൂട്ടായ്മ ഉണ്ടാകണം ആദ്യമായിട്ട്. അങ്ങനെ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തു നിന്നും ആൾക്കാരൊക്കെ വിളിച്ച് വചനമൊക്കെ പറയിപ്പിച്ച് അങ്ങനെ വളരാനായിട്ട് ചെറിയ ചെറിയ വളർച്ച. അങ്ങനെ ജീസസ് യൂത്തിന്റെ പിള്ളേരുടെ കൂടെ പോകും. പിന്നെ അതുകൂടാതെ റോബിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ചേട്ടൻ്റെ ഒരു മരുമകനുണ്ട് യൂത്തിന്റെ നയിക്കുന്ന, അങ്ങനെ റോബിന്റെ കൂടെ പോകും. അങ്ങനെ ഓരോരുത്തരുടെ കൂടെയും പോയി. പിന്നെ സബ്സോണിന്റെ കോർഡിനേറ്ററാക്കി എന്നെ. അപ്പൊ സബ്സോണിന്റെ കോർഡിനേറ്ററായി. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ ഒരു വചന ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുങ്ങണയാണ്. അപ്പോ ഞാൻ ഈ ധ്യാനം കൂടി വന്നപ്പോൾ തന്നെ ഒരു സിസ്റ്റർ എന്നെ കണ്ടിട്ട് പറഞ്ഞു, പിന്നെ സെബോനി ഒരു വചന പ്രഘോഷകനാകുമെന്നാണ് കർത്താവ് കാണിച്ചു തന്നെ എന്ന് പറഞ്ഞു. ഞാനപ്പോ ചിരിച്ചു കളഞ്ഞു. കാരണം നമുക്കൊരു ആളുടെ മുമ്പിൽ പോലും നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാ. നിൽക്കല്ലേ, നമ്മൾ അവിടെ നിന്ന് മാറിക്കളയുള്ളൂ. പക്ഷെ അത് യഥാർത്ഥമായിട്ട് അത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചു. കാരണം ഇപ്പൊ ഒരു ധ്യാന കേന്ദ്രത്തിലാണെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് നമ്മൾ വിളിച്ചാൽ അവിടെ നമ്മൾ പോകും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ട് ആ സന്തോഷവും സമാധാനവും ഇന്നും ആ ജീവിതത്തിൽ അതൊരിക്കലും ഒരാളിന് എടുത്തു കളയാൻ പറ്റാത്തൊരു സന്തോഷവും എനിക്ക് കിട്ടാത്തൊരു സന്തോഷമായിരുന്നു ജീവിതത്തിൽ എനിക്ക് ആ തന്നത് ദൈവം. നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടും. തീർച്ചയായിട്ടും ഞങ്ങൾ 8 മക്കളാ. അതിൽ 3 പേരെ ഇവിടെ ഉള്ളു. അപ്പോൾ അത് മൂത്ത ചേട്ടൻ, ചേട്ടത്തി ടോമി എന്നാണ് ചേട്ടൻ്റെ പേര്, ത്രേസ്യാമ്മ ചേച്ചി, അവർക്ക് 3 മക്കള്. ഇത് എൻ്റെ നേരെ മൂത്ത ചേട്ടൻ സാബുവും പിലോ, അവർക്ക് 2 മക്കള്, എൻ്റെ ഭാര്യ മാഗി.
എനിക്ക് 3 മക്കള്. ഇതെൻ്റെ മൂത്ത മോള് നിമ്മി, ദാസ് മരുമകൻ, റേച്ചലി മോള്. ഇതെൻ്റെ മോൻ്റെ മകള്. മോൻ ഇവിടെ ഇല്ല, മരുമോള് പുറത്താണ്, ഗൾഫിലാണ്. ഇത് എൻ്റെ ഇളയ മകള് മീനു. ഇത് മരുമകൻ ജിത്തു. അവർക്ക് 2 മക്കൾ, ജെറമിയായി, കാദറി. രണ്ടുപേരും ഒന്നിച്ചാണല്ലോ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. നവീകരണത്തിലേക്ക് കടന്നു വരാൻ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. ആ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? പങ്കുവെക്കാം. അനിയൻ എപ്പോഴും മജാമ എന്ന് പറയും, ഞാൻ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് മോശം ഇതിന് പോണേ, നല്ല വെള്ളം വടിയും ഈ ചീട്ട് കളിയും ഇതിൽ പോണേ മോശമുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കില്ല, ഗമ്മന്ന് വചനം പറയാൻ പോകും. ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം അദൃശ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കീഴ്പാട്ട് പോയി. ദൈവം വേണ്ടും അടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മുരിങ്ങൂര് പോയി ദൈവം കൊടുത്തൊരു മാപ്പ് പറയുന്നു കൊണ്ട് ഒരു അശരീതി മനസ്സിൽ കയറി. ഞാൻ നീന്തി നിലവിളിച്ചവിടെ കല്ലേ കൂടി കയറി കരപ്പ വന്ന് വെച്ചും വീട്ടിൽ വന്ന് വെച്ചും പറഞ്ഞ് മുരിങ്ങൂര് വേണമെന്ന് പറഞ്ഞു. പെണ്ണും പറഞ്ഞ് ഞെട്ടിപ്പോയി. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ മുരിങ്ങൂര് പോയാലേ പറ്റും. ഞാൻ വഴക്കെട്ടിട്ട് പോയി കുറേ മാപ്പ് പറഞ്ഞു, കുറേ ആൾക്കാരുടെ മാപ്പ് പറഞ്ഞു. ഈ നേരെ മുരിങ്ങൂര് പോയി ധ്യാനം കൂടി അവരുടെ കഷ്ടപ്പാടും കാലങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്ന പാടുമ്പോൾ ഞാൻ നിലവിളിക്കും, കർത്താവെ 39 വയസ്സ് വരെയും ദൈവത്തെ അറിയാണ്ടാണല്ലോ ജീവിച്ചത്, ഇനി മരണം വരെയും അവിടെ നിന്ന് നിലവിളിച്ചാൽ വേണ്ടിയാണ് ഇവിടെ വീട്ടിൽ വന്നു വെച്ചാൽ ഞാൻ അവിടെ കുമ്പസാരിച്ചെല്ലാം നിലവിളിച്ച പോലെയാണ് വന്നിട്ട് എല്ലാ കുടുംബത്തും കയറി മാപ്പ് പറഞ്ഞ് വഴക്കിട്ട് വിടക്ക. ഒരു അനാഥഭാവം ഉള്ളി വന്നിട്ട് അവരാ കണ്ണു വെച്ച് എല്ലാം കാണുവെള്ളം ഓർത്ത് ഞാൻ എല്ലാ വീട്ടിലും ഇങ്ങനെ പറഞ്ഞിട്ടും പിന്നെ ഇവനെന്ത് പറയണ ഞാൻ എൻ്റെ കൂടെ പോയി ഇതുവരെ നോണ പറഞ്ഞിട്ടില്ല. വെള്ളത്തിൽ പോയിട്ട് വാരിയും കോരിയും ദൈവം തരിയില്ല. വെള്ളത്തിലൊക്കെ കടലിലാണോ? കടലിലാ പോകുന്നത്. കടലിലും കായലിലും പോകും. രണ്ടിടത്തും വഞ്ചിയുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ പോകും. അപ്പൊ സിസ്റ്റർ എന്ന് പറയുമ്പോൾ വഞ്ചി കയറ്റി വെച്ചും പോണേ. അവൻ്റെ കൂടെ പോയിട്ടും അവിടെ നിന്ന് എന്തെന്നാലും മേടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഉള്ള കാശി പിറ്റേ ദിവസം വെള്ളത്തിൽ പോയപ്പോൾ കിട്ടും. ഇന്ന് മുടക്കിയത് 5000 രൂപ കിട്ടില്ല, നാളെ ഒരു 10000 തരും. സന്തോഷമായിട്ട് പോരികയാണ്. ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് മദ്യത്തിന് അടിമപ്പെട്ടു പോയ മക്കളെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പുണ്ട്, പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ചിലർക്ക് പൈസ ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഷെയർ ഇട്ട് 2000 രൂപ കൊടുക്കണമല്ലോ. അപ്പൊ തിബീരിയസ് സ്നേഹതീരം അവിടെയാണ് കൊണ്ടുപോകുന്നത്. ഒരാഴ്ച ഫുള്ളാണ് അവിടുത്തെ ശുശ്രൂഷ. അപ്പൊ അവിടെ കൊണ്ടുപോയി ആക്കി ശനിയാഴ്ച ഭാര്യമാരെ കൊണ്ടുപോകും. അങ്ങനെ ആ ഒരു മേഖലയിലാണ് ഇപ്പൊ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 ഈ തീരദേശ മിഷൻ, കാരണം ബോധവൽക്കരണ ശുശ്രൂഷ, മറ്റുള്ളവര് ഇതിന് അടിമപ്പെട്ടു പോയവർക്കൊരു ബോധവൽക്കരണ ക്ലാസ് പോലെ. ഇപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ടോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത്. ഞങ്ങള് പരിശുദ്ധാത്മാവിന്റെ 2 പാട്ട് പാടിക്കഴിയുമ്പോഴാണ് 6ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടി ക്ലാസ്സിന് കയറുന്നത്. കാരണം മദ്യത്തിനടിമപ്പോയ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് തുറന്നത്. അപ്പൊ ഇന്നും കഴിഞ്ഞ ആഴ്ചയും ഒരാളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ആക്കി. പുള്ളി വളരെ സന്തോഷത്തോടെയാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇതിന്റെ പിന്നിൽ അവർക്ക് നിലനിൽക്കാനായിട്ടാണ് നമ്മൾ കൂട്ടായ്മ വെച്ചേക്കുന്നത്. നമുക്ക് 1.5-2 മണിക്കൂർ ഉണ്ട്. 11 മണിക്ക് തുടങ്ങും, 1 മണിക്ക് തീരും. അങ്ങനെ അച്ഛൻ വിളിച്ചു പറയുമ്പോ, പള്ളിയിൽ ചെന്ന് പറയുമ്പോ തന്നെ അച്ഛൻ അത് വിളിച്ചു പറയും. പള്ളിയിൽ വിളിച്ചു പറയും, ഇത്ര മണിക്കാണ് മധ്യവിരോധ സമിതിയിലെ പ്രാർത്ഥന 11 മണി. അത് അച്ഛൻ ഇങ്ങാട് ചോദിക്കും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, അച്ഛൻ ആർക്കെങ്കിലും പൈസ ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ കേട്ടാ. അച്ഛൻ ഭയങ്കര ജോസ് പ്രമോദ് അച്ഛനാണ് ഞങ്ങളുടെ ക്രിസ്തുരാജ ദേവാലയം. അച്ഛൻ്റെ ഒരു നല്ല സപ്പോർട്ടാണ് ഞങ്ങൾ ഈ ഇത് ചെയ്യുന്നത്. കാരണം പല കുടുംബത്തിനെയും കൊണ്ടുപോയി ഇതിലേക്ക് നല്ല സന്തോഷത്തോടെ അവർ ജീവിക്കുമ്പോ അവരുടെ ഭാര്യമാര് പറയാറുണ്ട്, ഞങ്ങൾ ഇന്ന് സന്തോഷം കൊണ്ട് ജീവിക്കണമെങ്കിൽ അതിന്റെ കാരണക്കാരാരാ, അവര് തന്നെ പറയാറുണ്ട്. അപ്പോ ഒരുപാട് മക്കളുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വരെ പോകുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന ആ അനുഗ്രഹത്തിൽ ഇന്ന് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ വിളിച്ചാലും
ഇത് പ്രതിഫലം ഒന്നും വാങ്ങിക്കാറില്ല. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. കാരണം ജോലിക്ക് പോയിട്ട് നമുക്ക് ഒരുപാട് പൈസ ദൈവം തരുന്നുണ്ട്. പിന്നെ ഈ പൈസ എന്തായാലും നമുക്ക് മേടിക്കാനുള്ള യോഗ്യതയില്ല. ആധുനിക സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ സങ്കീർത്തകൻ പറയുന്നത് പോലെ തപ്പുകൊട്ടി പാട്ടുപാടുന്ന ആ ശുശ്രൂഷയെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങളെ കൂട്ടായ്മയിൽ തുടങ്ങിയതാണ് ഈ തപ്പുകൊട്ടി പാട്ട് പാടാനായിട്ട്. അങ്ങനെ തുടങ്ങി എല്ലാവരും ഒരേ താളത്തിൽ ഒരേ മേളത്തിൽ. അപ്പൊ ഏത് പാട്ട് പാടിയാലും ആ താളത്തിൽ കൊട്ടാനായിട്ട് പ്രാക്ടീസായി. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് മെയ്ക്ക് വെച്ചൊരു ദിവസം ഇത് തപ്പുകൊട്ടി പാട്ടുപാടിയപ്പോൾ ഓർഗണൊക്കെ ഒന്നും അല്ലാതായി. കാരണം താളമേളത്തോടെ കരങ്ങളടിച്ച് തപ്പുകൊട്ടി നൃത്തമാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന. കാരണം ആ ഒരു അനുഭവത്തിൽ എല്ലാവരും പറയുന്നത് ആ ശുശ്രൂഷയാണ് അതിൻ്റെ പവർ എന്നാ പറയുന്നത്. മഴ പൊഴിച്ച് ദാസര് നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ, വിളഭൂമിയിലെ നീർച്ചാലു തെളിച്ച് ഫലമേകീടണേ ആത്മാവേ. മഴ പൊഴിച്ച് ദാസര് നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ, വിളഭൂമിയിലെ നീർച്ചാലു തെളിച്ച് ഫലമേകീടണേ ആത്മാവേ. ആത്മമരിയായി നനച്ചിടണേ, ആത്മശക്തിയായി കരുത്തേകണേ. ആത്മമരിയായി നനച്ചിടണേ, ആത്മശക്തിയായി കരുത്തേകണേ. വിളവെടുപ്പിൽ കാലമല്ലേ, മുറുകളിൽ വിളയാൻ വളമേകണേ. വിളവെടുപ്പിൽ കാലമല്ലേ, ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. ആപത്തോ തട്ടിണിയോ നക്കത പോലും വന്നാലും, ഇടകളോ കുരിശികളോ ജീവൻ തന്നെ പോയാലും, ആ രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. ഇടകളിൽ പകരാത്ത സങ്കുറപ്പു നേടിയിടാൻ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. മഴ പൊഴിച്ച് ആസര് നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ, വിളഭൂമിയിലെ നീർച്ചാലു തെളിച്ച് ഫലമേകീടണേ ആത്മാവേ. ആത്മമരിയായി നനച്ചിടണേ, ആത്മശക്തിയായി കരുത്തേകണേ. ആത്മമരിയായി നനച്ചിടണേ, ആത്മശക്തിയായി കരുത്തേകണേ. വിളവെടുപ്പിൽ കാലമല്ലേ, പൂർണ്ണനി വിളയാൻ വളമേകണേ. വിളവെടുപ്പിൽ കാലമല്ലേ, ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, ഇടകളോ കുരിശികളോ ജീവൻ തന്നെ പോയാലും, ആ രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. ഇടകളിൽ പകരാത്ത സങ്കുറപ്പു നേടിടാൻ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ജീവിതത്തിലുണ്ടായ ഒരു ദൈവാനുഭവം പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ജീവിതത്തിൽ പറയാനാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട്. ഇപ്പം ഞാൻ ഇച്ചിരിക്കുളം കാര്യങ്ങൾ മാത്രം പറഞ്ഞേ, പക്ഷെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ അവർ പലരും കരഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ അനുഭവ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ. കാരണം ഞാൻ അനുഭവിച്ച അതിന് മാത്രം നമ്മൾ ആ കഷ്ടത്തിലൂടെ നമ്മളെ കർത്താവ് ഇവിടം വരെ എത്തിച്ചതിൻ്റെ പിന്നിൽ ഒന്നുമില്ലായ്മയിൽ പോലും കർത്താവ് സഹായിക്കുകയും സംരക്ഷിക്കുകയും ഇന്നും അങ്ങനെ തന്നെ ജോലിക്ക് പോയാലും കർത്താവ് വെറുതെ വെറും കൈയോടെ വരികയില്ല. കാരണം അവൻ്റെ ഇഷ്ടത്തിന് നാം എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പെന്ന ദൈവത്തോടുള്ള നല്ലൊരു വിശ്വസ്തതയാണ് നമുക്ക്. ഉറപ്പുണ്ട്, ദൈവം ചോദിച്ചാൽ അത് തരും, അല്ലേ? മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല എന്ന് പൗലോസ് പറഞ്ഞില്ല, അല്ലേ? ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞു.
എല്ലാ സന്തോഷങ്ങളുടെയും അടിസ്ഥാനം കർത്താവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും ഒരു കുടുംബത്തിന് സാധിക്കുക എന്നുള്ളത് വലിയ മഹാഭാഗ്യമാണ്. ദൈവം അനുഗ്രഹിച്ച ഈ കുടുംബത്തെ ഓർത്ത് ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നിങ്ങൾക്കും നന്ദി പറയുന്നു. നാം ഈ സമയം ഇത്രയും സെബോ ബ്രദറിനെ ശ്രവിക്കുകയായിരുന്നു. രക്ഷകനായ യേശുവിനെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ അദ്ദേഹം മറ്റുള്ളവരിലേക്ക് ഈ ആനന്ദം പകരണമെന്നുള്ളത് ഒരു ഉത്തരവാദിത്വമായി എടുത്ത് ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹവും സഹോദരനും കൂടി ചെയ്യുന്ന ഈ ശുശ്രൂഷകൾ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.